ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്കിയും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അങ്ങനെ ഇന്ന് രാവിലത്തെ ചായൻ്റെ കടി ദോശയും പിന്നെ ചട്ടിനി കറി ഉണ്ടാക്കാമെന്നൊക്കെ എത്തിയ കേട്ടോ. ഉഴുന്ന ദോശയല്ലേ, തലേ ദിവസം മാവൂട്ടി വെച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ. ഈ രാവിലത്തെ ചായയും കടി ഉണ്ടാക്കണതാണ് വലിയ പരട്ടോ. ഈ മക്കൾക്ക് ഇത് ഒരു വിധമൊന്നും പറ്റൂല. രാവിലെ ഒരാൾക്കൊന്ന് പറ്റും, ഒരാൾക്കൊന്ന് പറ്റൂല. അങ്ങനെ രാവിലത്തെ കടിക്ക് ഒരു തർക്കേക്കാരം. തലേ ദിവസം തന്നെ മക്കൾ അതിന് ഓരോന്ന് പറഞ്ഞേക്കൂട്ടോ. ഇവിടെ എല്ലാവർക്കും പറ്റുന്ന ഒരു കടിയാണ് നമ്മൾ അരി അരച്ചിട്ടുള്ള അപ്പല്ലേ, അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. എന്താ അപ്പം എന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എന്നും ഉണ്ടാക്കിയാലും അതിനിങ്ങനെ പറയട്ടോ, എന്നും ഇതന്നെ ഞങ്ങൾക്ക് കടി മാറിയിട്ടുണ്ടാക്കി കൂടെ എന്നൊക്കെ ചോദിക്കട്ടോ. ദോശ ഓരോന്ന് ചുരുൻ്റെ അടിയിൽ കൂടെ ഞാൻ ചട്ടിനി കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ദോശ ഒന്ന് പാരും, നാളികേരം ചിരകും, അങ്ങനെ കണ്ട് അരച്ച് ചട്ടിനി കറിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ചട്ടിനി കറിയൊക്കെ ഇപ്പം എന്താ എല്ലാവർക്കും ഉണ്ടാക്കാറ് തന്നെയല്ലേ. പിന്നെ ചായയും അതിൻ്റെ മുന്നേ തന്നെ അവിടെ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. തലേ ദിവസം രാത്രി തന്നെ ചോദിക്കും മക്കളെയും, വെച്ചേ നാളെ എന്താ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഒരാളൊന്ന് പറയും, ഒരാളൊന്ന് പറയും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തിരക്കും പറച്ചിലേക്കാറ് കേട്ടോ. ഗോതമ്പ് പൊടിയിട്ട് എന്തുണ്ടാക്കിയാലും സോബിമോക്ക് പറ്റൂല കേട്ടോ. ഇനി ചപ്പാത്തി, പൂരി, പൂവട എന്തുണ്ടാക്കിയാലും ഓക്ക് പറ്റൂല. അപ്പോൾ അതിന് കച്ചറ ഓടും കേട്ടോ. ഇച്ച് പറ്റുന്ന കടികൾ ഉണ്ടാക്കൂല, ഓല് പറഞ്ഞ കടികൾ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തല്ലേക്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ നമ്മളെ ദോശ ചുടൽ കഴിഞ്ഞപ്പോൾ ഒന്ന് മദ്രസ ഇല്ല കേട്ടോ. ഒന്ന് ഇവിടുത്തെ മദ്രസയിൽ റേഞ്ചാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചപ്പോൾ അതാ മക്കളാരും നീച്ചിട്ടില്ല കേട്ടോ. ഞാൻ മാത്രം ഉള്ളൂ നീച്ചിട്ട്. പിന്നെ ചായയൊക്കെ കുടിച്ചപ്പോൾ അതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളുണ്ടല്ലോ, അപ്പം സ്കൂൾക്ക് നേരത്തെ ചോറും കൂട്ടാനൊക്കെ ആക്കണ്ടേ. അപ്പം ഞാൻ ചായ കുടിച്ചൊക്കെ തന്നെ തീ പിടിപ്പിച്ചൊക്കെയാണ്. അതിനകത്ത് നല്ല നീളമുള്ള വലിയൊരു കൊള്ളി തന്നെയാണ് വെച്ച് കൊടുത്തേക്കാൻ കേട്ടോ. ചോറ് ആ കൊള്ളിയുമ്പോൾ തന്നെയാണ് വെന്ത് കിട്ടും. അങ്ങനെ ഇപ്പോൾ ചോറിനുള്ള വെള്ളം അങ്ങനെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഉപ്പേരിക്കുന്ന പയറാണ് കേട്ടോ. നമ്മുടെ പാടത്തെ പയർ തന്നെയാണ്. തലേ ദിവസം തന്നെ ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇന്ന് രാവിലെ തന്നെ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. നമ്മൾ ഇതിലുണ്ടാക്കിയതാണെങ്കിലും കുറച്ച് സമയം വെള്ളത്തിലിട്ട് കേട്ടോ. അങ്ങനെ മരുന്നടിച്ചാത്ത പയറാണ്. പിന്നെ എന്നിട്ട് ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി ഇപ്പോൾ അതാ കടുകിട്ട് പൊട്ടിച്ച് കണ്ട് നമ്മൾ കഴുകി വെച്ച പയറും കൂടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ പച്ചമുളകും ആ പയർ കൂടി തന്നെയാണ് ഞാൻ കീറിയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് അവിടെ അടച്ച് വെച്ച് കണ്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അത്ര അങ്ങനെ മരുന്നൊന്നും അടിക്കില്ല കേട്ടോ. നമ്മൾ ചിലപ്പോൾ നാടൻ മരുന്നൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുക. അങ്ങനെ അതവിടെ വേവാൻ വേണ്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടേനും അതൊക്കെ കഴുകി. ഇനി അപ്പോക്കിന് നമ്മൾ ചോറിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നല്ലോണം അരിയൊക്കെ കഴുകിയാണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് നമ്മൾ ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്താണ്ട് അവിടെ അടച്ച് വെച്ച് മാറ്റി വെക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് മീൻ കിട്ടിയെന്ന് കേട്ടോ. മത്തിയാണ് കിട്ടിയത്. അപ്പോൾ അതും നന്നാക്കി കഴുകി ക്ലീൻ ചെയ്ത് അവിടെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചോറ് ഇതാവും വെന്തു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഈ രാവിലെ സ്കൂളിലെ ദിവസം നല്ലൊരു തിരക്ക് തന്നെയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പാച്ചിൽ തന്നെ പണി. ഒരു 9-9:15 ഒക്കെ മക്കൾക്കൊക്കെ പോകണ്ടേ. അപ്പോൾ അങ്ങനെ ചോറും കൂട്ടാനെല്ലാം റെഡിയാണ്. അപ്പോൾ ആകെപ്പാടെ ഒരു പാച്ചിലേക്കാരം കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും ഊറ്റി കഴിഞ്ഞ് പിന്നെ മക്കളെയൊക്കെ ചോറൊക്കെ പാത്രത്തിലാക്കി മക്കളൊക്കെ പറഞ്ഞയച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പം കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ കറി മീൻ കറി തന്നെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ കരുതി മീൻ മസാല കൂട്ടിയത് മീൻ പൊരിച്ചും ചെയ്യാം, കറി ചിരങ്ങ താളിക്കാമെന്നാണ് കരുതിയെന്ന് കേട്ടോ. പിന്നെ ഞാൻ കരുതി വേണ്ട, മീനും തന്നെ കുറച്ച് കറി ഇതാക്കാം. എന്നും ഈ ചിരങ്ങയും വെള്ളരിയും ഉണ്ടാക്കാം, ഇതൊക്കെ നമ്മൾ പാടത്തുള്ളതന്നെ. അപ്പോൾ അതിങ്ങനെ തിരിച്ചും മറിച്ച് തന്നെ ഉണ്ടാക്കൽ. അപ്പോൾ മക്കൾക്കൊക്കെ ഇങ്ങനെ വെറുപ്പാൽ തുടങ്ങിയാണ്. അപ്പോൾ മീനൻ മുളകിടാന്നില്ല കാണ്ട് അതിനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പം ചോറ് വെന്ത അടുപ്പത്ത് തന്നെ നല്ല തീയും കണലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇനി ഗ്യാസ് ഇതാക്കണ്ടെന്ന് കരുതിയിട്ട് അടുപ്പത്ത് തന്നെ മീൻ കറി വെക്കാമെന്ന് കരുതിയിട്ടോ. മൺചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. കഴിഞ്ഞിപ്പോൾ മസാലപ്പൊടികളൊക്കെ അതും ഇട്ട് കൊടുത്തു. പിന്നെ വല്ലുള്ളി ഇട്ടിട്ടില്ല കേട്ടോ. വല്ലുള്ളി ഇട്ടാൽ ഇവിടെ മക്കൾക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ പൊടികളൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാനാണുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടോ. അങ്ങനെ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്.
പൊടികളൊക്കെ കുറച്ച് ഇട്ടിട്ട് മഞ്ഞൾ, മല്ലി, മുളക്, ഉപ്പൊക്കെ ഇട്ടോ. അത് മീൻ മസാല കൂട്ടി വെച്ചതാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് എരിവ് കൂടിപ്പോകും കേട്ടോ. അങ്ങനെ നമ്മൾ തിളക്കാൻ വേണ്ടി വെച്ച് ഇപ്പോൾ ഇതാ തിളച്ചിട്ടോ. ഇനി നമ്മൾ നന്നാക്കി വെച്ച മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനത് മീനൊക്കെ ഇട്ട് മിക്സാക്കി കണ്ട് ഇപ്പോൾ അത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറഞ്ഞ സമയം നമ്മൾ 2-3 മിനിറ്റ് വെച്ചാൽ തന്നെ വെന്തു കേട്ടോ. മീൻ അധികം വേവൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതാ മീനും വന്നിട്ടോ. ഇനിയിപ്പോൾ അതും അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ മുറ്റടിക്കാൻ വേണ്ടിയിട്ടോ. മുറ്റടിച്ചേരിയിട്ടില്ല കേട്ടോ. മക്കൾ പോണീൻ്റെ മുന്നേ മുറ്റടിച്ച് തരാൻ ഒഴിവ് കിട്ടലില്ല. പറഞ്ഞതിന് ശേഷമാണ് ഞാൻ മുറ്റമൊക്കെ അടിച്ചു തരൽ. പിന്നെ മീനിഞ്ഞ് മുറ്റടിച്ചവരിൽ കഴിഞ്ഞ് കയറിയിട്ടാട്ടോ മീൻ പൊരിക്കുക. അതുവരെ ഒന്ന് മസാല അവിടെ പിടിച്ചോട്ടെ. അപ്പോൾ ഞാൻ എന്താ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. മുറ്റത്തുനിന്ന് വലിയ ചമ്മലൊന്നുമില്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തോണ്ടിയിട്ടാൽ അത് തൃപ്തിയാണല്ലോ അല്ലേ. മുറ്റൊന്നും അടിച്ചു വരാതെ നിൽക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പോലെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ആയാലും മുറ്റം അടിച്ചു വരലുണ്ട് കേട്ടോ. മുറ്റത്ത് ഇതാ അയച്ച് പുല്ലൊക്കെ പിന്നെ എന്താ ചെറുതായിട്ട് വരുന്നുണ്ട്. എല്ലായിടത്തൊന്നും ആയിട്ടില്ല. അത് ഞാൻ മുറ്റത്ത് പുല്ല് പറിച്ച് അടിച്ചു വരും. അന്ന് അന്തിക്ക് തന്നെ മഴയും പെയ്യും കേട്ടോ. എന്നിട്ട് വീണ്ടും പിന്നെയും എന്താ പുല്ല് മുളക്കും. ഇതന്നെ ഒരു പണി എനിക്ക്. ഞാൻ പിന്നെ കുറച്ച് ദിവസമൊക്കെ അവിടെ കിടക്കട്ടെ എന്നില്ല, അങ്ങനെ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അവിടെ ചേച്ചി ചോദിക്കാണ്ട് റിജുവിന് പനിയായിട്ട് അവന് സ്കൂൾക്ക് പോയിട്ടില്ല. അപ്പോൾ അവന് സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുറ്റടിച്ച് വരുന്നത് നോക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ അവന് പോവാത്തത്. അപ്പോൾ ഞാൻ പനിയാണെന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ കുറച്ച് ചേച്ചീനോട് വർത്താനം പറയുന്നുണ്ട്, മുറ്റടിച്ച് വരുന്നുണ്ട്. പിന്നെയും കുറച്ച് നേരം നിൽക്കും, ചേച്ചീനായിട്ട് പിന്നെയും വർത്താനം പറയും. അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് വേറെ ചേച്ചി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓലോടും വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ തന്നെ മുറ്റടിച്ചവരെ ഇറങ്ങി ആരെങ്കിലും കണ്ടാൽ പിന്നെ അതുകൊണ്ട് അങ്ങനെ നിൽക്കും. വർത്താനം പറയൽ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചവരി കയറുള്ളൂ കേട്ടോ. അങ്ങനെ ടൈം കുറേ പോകും. അപ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാത്തവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.